പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. പരിപാടികളിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള ആ കാര്യം, വികസിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെക്കുറിച്ചുള്ള ആ കാര്യം പറഞ്ഞയാൾ തന്നെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കുമല്ലോ ഉചിതം. കേരളത്തിലെ അതിവേഗതയിൽ വികാസം പ്രാപിക്കുന്ന ഒന്നാണ് ടൂറിസം മേഖല. പക്ഷേ നമ്മുടെ പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ ടൂറിസ്റ്റുകൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവർ പല വിധേനയും എത്തിപ്പെടുന്നുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ കണ്ടു നോക്കാം. ബ്രിട്ടീഷ് കൗൺസിലാണ് ഈ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിച്ചത്. ഇനി 2 ആഴ്ചക്കാലം അവരിവിടെ ഉണ്ടാകും. Since you are going to be in Kerala for the next 2 weeks, I would like to tell you a little about Kerala. I hope that some of the points which I am going to talk about may figure in your course to be offered by University of Kerala. Let me now draw your attention to some of the important aspects of Kerala. 2 ആഴ്ചക്കാലം ഇവിടെ തങ്ങുന്നവരായതുകൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ അവരെ ധരിപ്പിക്കണമല്ലോ. Kerala always welcomed people and culture from outside. India's first Christian church, Muslim mosque, and Jewish synagogue were established in Kerala. Communist Party came to power through ballot box in Kerala in 1957. The state is known for communal harmony. The state is home for people science movement. Kerala is first in India and a model to the world in various indicators of social development like low levels of infant mortality and population growth and high levels of life expectancy. തീർന്നില്ല കേട്ടോ കേരളത്തിന്റെ മികവുകൾ. Kerala is ranked first in India in terms of physical quality of life index. All the villages in the state stands connected through internet. The state is a pioneer in e-literacy movement. Kerala is first in India in terms of student enrollment and low dropouts in the schools. കേട്ടില്ലേ, കേരളത്തിൻ്റെ മികവുകൾ കേട്ടില്ലേ. രാജ്യത്ത് ഏറ്റവും അധികം കുട്ടികൾ സ്കൂളിൽ ചേരുന്ന സംസ്ഥാനം കേരളമാണ്. സ്കൂളിൽ ചേർന്ന കുട്ടികൾ അവിടെ നിന്ന് കൊഴിഞ്ഞു പോവാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ മികവുകൾ പക്ഷേ വിദേശികളോട് പറയാനുള്ളതാണ്. അല്ലെങ്കിൽ അവരോട് മാത്രമേ അത് പറയാൻ പറ്റൂ, അവരോട് മാത്രം. വിദേശികൾക്ക് മുന്നിൽ നിരത്താനുള്ള മികവുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് പരസ്പരം അറിയാനുള്ള സത്യങ്ങളാണ്. അത് പറയുന്നത് പിണറായി വിജയൻ്റെ ശത്രുവൊന്നുമല്ല കേട്ടോ, സഹപ്രവർത്തകൻ തന്നെയാണ്. ഒരു ദിവസം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒരു പെൺകുട്ടിയുടെ ഫോൺ കോൾ വരിക. ആ ഫോൺ കോൾ എങ്ങനെയോ വഴിതെറ്റി കിട്ടേണ്ടവർക്ക് കിട്ടി. കിട്ടേണ്ട പറഞ്ഞാൽ അവരുദ്ദേശിച്ച ആൾക്കല്ല. എന്താ ഈ പെൺകുട്ടി പ്രകടിപ്പിക്കുന്ന വികാരം? എനിക്ക് ഉടനെ സാധനം കിട്ടണം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഈ കുട്ടിക്ക് മയക്കുമരുന്ന് കിട്ടണം.
പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. കേട്ടില്ലേ? നമ്മുടെ സ്കൂളുകളിലെത്തുന്ന കുട്ടികൾ പഠിച്ചു ഉയരുന്നുണ്ട്. ആ ഉയർച്ചയുടെ കഥകൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഇനി കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം, കുമാറും ഞങ്ങളെല്ലാം ഉണ്ട് ഇവിടെ മാനസിക രോഗ ആശുപത്രി പോയി. നമ്മളെ കോഴിക്കോട്ടുകാർക്ക് കുതിരവട്ട ആശുപത്രി പറയേണ്ട കാര്യം, കുതിരവട്ട ആശുപത്രി വളരെ പ്രസിദ്ധമാണ്. അവിടെ ചെന്നിട്ട് എന്താ രോഗം ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഭ്രാന്താണല്ലോ അവിടെ ചികിത്സിക്കുക, അതെല്ലാവർക്കും അറിയാം. ഇവിടെ ഭ്രാന്താണ് ചികിത്സിക്കുന്നത്. ഒരു സെല്ലിൻ്റെ മുന്നിൽ പോയപ്പോൾ ഒരച്ഛനും അമ്മയും അവരോട് ചോദിച്ചു പോയി, എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഒരു മുറി ചൂണ്ടിക്കാണിച്ചു, ഒരു സെൽ മുറി ചൂണ്ടിക്കാണിച്ചു വരുമ്പോൾ, ഇതിനകത്ത് എൻ്റെ മകനെ അടച്ചിട്ടിരിക്കാം. അതെങ്ങനെ പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കഞ്ചാവിന് അഡിക്റ്റായിട്ട്, കഞ്ചാവ് അടിച്ച് അച്ഛനെ കത്തിയെടുത്ത് കുത്താൻ വന്നു. പോലീസിന്റെ സഹായം തേടി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തെ എനിക്കറിയാം. ഞാനവിടെ ശിവന്റെ ഒരു അനിയനുണ്ട്. ഈ കുട്ടിക്ക് 19 വയസ്സാണ്, എൻ്റെ അനിയന് 16 വയസ്സാണ്. ഞാൻ പറഞ്ഞേ, ആ കുട്ടിയുടെ സ്ഥിതി എന്താ? ആ അമ്മ പൊട്ടിക്കരയാണ്. അവനും ഇതേ വഴിയിൽ തന്നെ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. 2 മക്കളാണുള്ളത്. ആ 2 മക്കളെയും ഈ സ്ഥിതിയിൽ ഭ്രാന്ത് പിടിച്ച് കണ്ണിന് മുമ്പിൽ കാണുകയാണ് അമ്മ, ആ അച്ഛൻ. ഇത് ഒരു സംഭവമല്ല. എത്ര കുടുംബം തകർന്നുപോയി. ഇതാണ് അകത്തു നിന്ന് കാണുന്ന കേരളം, കാണേണ്ട കേരളം. അതിൻ്റെ കണക്കുകളിലേക്ക് വരാം ഇടവേള കഴിഞ്ഞിട്ട്. ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ആരുണ്ട് എന്നൊരു ചോദ്യം ഉയരുകയാണെങ്കിൽ അതിനുത്തരമുണ്ട്. നമ്മുടെ രക്ഷകനായ വിശ്വരാജ്. അടുത്ത കാലത്ത് ഞാനും അദ്ദേഹമായിട്ട് ഒരു തിരുവനന്തപുരത്ത് ഇതുപോലെ സമ്മേളനത്തിൽ സംബന്ധിക്കുകയുണ്ടായി. അന്ന് വിശ്വരാജ് സിംഗ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. അത്രമാത്രം ഭീകരമാണ്. സ്കൂൾ കുട്ടികൾ പോലും മയക്കുമരുന്ന് അടിമപ്പെടുന്നതിന്റെ ഒരു വിശദമായ ചിത്രം അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ഞാൻ പിന്നീട് എൻ്റെ 1-2 പ്രഭാഷണങ്ങളിൽ ഞാനത് ആവർത്തിച്ചു അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു അപകടത്തിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു അവതാരം പോലെ വന്ന ആളാണ് വിശ്വരാജ് സിംഗ്. ആ ചിത്രം, കേരളത്തെ ഞെട്ടിക്കുന്ന ചിത്രം, കേരളീയരെ ഞെട്ടിക്കുന്ന ചിത്രം ഇതാണ്. നമ്മുടെ ഇന്ത്യയിലെ 29 സംസ്ഥാനത്തിൽ ഏറ്റവും മോശമായ സംസ്ഥാനങ്ങൾ ലഹരി മരുന്നിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളം ആദ്യത്തെ 5 സംസ്ഥാനത്തിൽ ഇരിക്കുന്നു. ഏറ്റവും മോശമായ പട്ടണങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൊച്ചി ഇന്ത്യ രാജ്യത്തിൽ 3ാമത്തെ സ്ഥാനത്തിന് കിടക്കുന്നു. 1ാമത്തെ അമൃത്സർ, 2ാമത്തെ പൂനെ, 3ാമത്തെ കൊച്ചി. ഇത്രയ്ക്ക് ആ അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതാണ് ഈ മേഖലയിൽ കേരളത്തിൻ്റെ റാങ്കിങ്. ഇനി എക്സൈസ് മന്ത്രി നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം. അതിനെക്കുറിച്ചും രക്ഷകന് പറയാനുണ്ട്. അമ്മ അച്ഛന്മാരെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടി ലഹരി മരുന്നിന്റെ ഉപയോഗം ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ കുട്ടിയുടെ പെരുമാറ്റം വ്യത്യാസം ഉണ്ടാവും. കുട്ടി തങ്ങളുടെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് തങ്ങളുടെ അടുത്ത് വരില്ല. കാരണം ഇതിന് ഒരു മണമുണ്ടാവും. കുട്ടി തങ്ങളോട് ഒരു യാദൃശ്യമായും ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ കുട്ടിയാവും. കുട്ടിയെ പെട്ടില്ല. കുട്ടിയുടെ മുഖത്തിൽ ഒരു ഉഷാർ കാണയില്ല. കുട്ടിയെ നടക്കാൻ ചിലപ്പോൾ കുട്ടിയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതെല്ലാം അമ്മ അച്ഛന്മാരെ കണ്ടുപിടിക്കണം. കുട്ടികളോട് വീട്ടിൽ വരുമ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ അവരോട് സംസാരിക്കണം. സംസാരിച്ചാലേ ഈ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കണ്ടുപിടിക്കാൻ പറ്റും. ലഹരി മരുന്നിനെ കുറിച്ച് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ടാണ് സിംഹം വേട്ടയ്ക്കിറങ്ങിയത്. ലഹരി മരുന്ന് നല്ല പൈസയുള്ള സാധനങ്ങളാണ്. ചുരുങ്ങിയെങ്കിലും 500 രൂപ ഉണ്ടെങ്കിലേ ഒരു ചെറിയ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ദിവസേന 500 രൂപ ഇവിടെ ഇരിക്കുന്ന ഏതൊരു കുട്ടിക്ക് ദിവസം വാങ്ങാൻ പറ്റുമോ? അവർ പിന്നെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ തുടങ്ങും.
പൈസ അമ്മ അച്ഛൻ പൈസ കൊടുത്തില്ലെങ്കിൽ അവരോട് ആക്രമിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ പുറത്ത് പോയി ഈ മോട്ടോർ സൈക്കിൾ സ്കൂട്ടറിൽ ഇരുന്നിട്ട് ആളുകളുടെ ഈ അമ്പലത്തിലേക്ക്, പള്ളിയിലേക്ക്, ചർച്ചിലേക്ക് പോകുന്ന ഈ അമ്മമാരുടെ ഈ നമ്മുടെ കഴുത്തിൽ കിടന്ന ഈ മാലമൊക്കെ അവർ വലിച്ച് എടുക്കാൻ അവർ ശ്രമിക്കും. ഞങ്ങൾക്ക് ഒത്തിരി കേസുകൾ എനിക്ക് അറിയാവുന്നതാണ്. ശ്രീ ഋഷിരാജ് സിംഗിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അദ്ദേഹത്തോട് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എക്സൈസ് സേനയെ നിയമവിധേയമാക്കി പ്രവർത്തിപ്പിക്കാൻ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ അനധികൃത മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വൈവിധ്യത്തെ തടയാൻ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എക്സൈസ് കമ്മീഷണറെ ഞങ്ങൾ കാണുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സേനയുടെ ഇപ്പോഴത്തെ അംഗബലം 4803. എക്സൈസ് കമ്മീഷണറോടൊപ്പം ഈ 4803 അംഗങ്ങളും ഒരുപോലെ അണിനിരക്കണം. എന്നാൽ ഇവിടെ ഒരാൾക്ക് മാത്രം ഈ രക്ഷകനെ അത്രയങ്ങ് ബോധിച്ചിട്ടില്ല. എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം അറിയുന്നേ ഇല്ല എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത്. അവിടെ എല്ലാം ഋഷിരാജ് സിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് അറിയാൻ പോലും പാടില്ല എന്താ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നതെന്ന്. യാതൊരു കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് ഒരു ഗ്രാഹ്യവുമില്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് അറിയില്ല അദ്ദേഹത്തിന്റെ ജില്ലയിൽ എന്താണ് നടക്കുന്നതെന്ന്. ഈ കഴിഞ്ഞ 2 മാസത്തിൽ ഞങ്ങൾ ഒരു ഏകദേശം 15,000 കേസുകൾ ഞങ്ങൾ പിടിച്ചു സർ. അതായത് ഈ പാൻ പരാഗവും വ്യാജവാട്ടവും ലഹരി മരുന്നും എല്ലാം. ഇരിക്കട്ടെ, അവിടെ ഏറ്റവും കൂടുതൽ ഗാഞ്ചാവും അരിസ്റ്റവും സ്പിരിറ്റും വ്യാജവാട്ടും കോട വാഷ് പിടിച്ചത് ആലപ്പി ജില്ലയിലാണ്. 1000 കേസ്. ബാക്കി ജില്ലകളിലുള്ള 500, 600, 700 ഒക്കെ ഉള്ളൂ. 1000 ജില്ല ആദ്യമായിട്ട് കടന്നു പോയത് ആലപ്പിയിൽ നിന്ന് മാത്രം. അത് സാർ ഒന്ന് നോക്കണം. അതിക്ക് ഇപ്പം തന്നെ ഞാൻ വന്ന വഴിക്ക് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടി. ഒരു കടയിൽ പോയി 1000 കുപ്പിയുടെ ഈ അരിഷ്ടം പിടിച്ചിട്ടാണ് ഞാനിപ്പോ വന്നത്. അത് ഒന്ന് നോക്കിയാൽ കൊള്ളാം. ബാക്കി ഹരിപ്പാട് MLA ആയ രമേശ് ചെന്നിത്തലയും ആലപ്പുഴ ജില്ലയും തമ്മിലുള്ള ബന്ധം പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഒരു വാഴ്ത്തുത്സവമാണ്. നമ്മുടെ MLA-മാരും MP-മാരുമെല്ലാം അവരവരുടെ നാട്ടിലെ മറ്റു പ്രതിഭകളെ ആദരിക്കാനായി പുരസ്കാരങ്ങൾ സമർപ്പിക്കാറുണ്ട്. അത്തരം പുരസ്കാര സമർപ്പണ സമ്മേളനങ്ങൾ സംഘാടകന്റെ വാഴ്ത്തുത്സവമായി മാറുകയാണെങ്കിൽ ആരായിരിക്കും അതിന് ഉത്തരവാദി? പൊളിമിക്സിനറിയില്ല. എന്നാലും കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഒരു വാഴ്ത്തുത്സവം കാണിച്ചു തരാം. KC നമ്മുടെ ജന്മാന്തര ബന്ധമുള്ള സുഹൃത്തായി മാറിയത് KC നമ്മുടെ ദുഃഖങ്ങളുമായും നമ്മളുടെ വല്ലാത്ത സ്വപ്നങ്ങളുമായും പൊരുത്തപ്പെട്ട് നമ്മുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാനാണ് ഓടി നടക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ ഒരു 2 വാക്കുണ്ട്. ഒരു വാക്കിൻ്റെ പേര് പേഴ്സണാലിറ്റി എന്നാണ്. നിങ്ങൾക്ക് എല്ലാവരും കേട്ട വാക്കാണ്. രണ്ടാമത്തെ വാക്ക് ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേൾക്കാത്ത വാക്കാണ്. വാക്കിൻ്റെ പേര് പേഴ്സോണ. എന്താണ് പേഴ്സോണ എന്ന് ചോദിച്ചാൽ, ബസ്സിലിരിക്കുമ്പോൾ ബസ്സിൻ്റെ സീറ്റിൻ്റെ അടുത്തൊരു പൊതിയിരിക്കുന്നു. കണ്ടക്ടർ യാത്രക്കാരനോട് ചോദിക്കുന്നു, ഇത് എന്ത് പൊതിയാണല്ലോ എന്ന്. അപ്പോൾ കണ്ടക്ടറോട് യാത്രക്കാരൻ പറയുന്നു, ഇതൊരു ബോംബാണ്. ബോംബാണെങ്കിൽ താഴെ വയ്ക്കണോ സീറ്റിലാണോ വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ പേരാണ് പേഴ്സോണ. പോക്കറ്റ് അടിക്കാരനെ പോലീസിനെ കുരിശ് നിർത്തി ഇടിക്കാൻ വലിയ പാടൊന്നുമില്ല. കാര്യം കാക്കിയിട്ടതുകൊണ്ടാണ്. വില്ലേജ് ഓഫീസറാണ് ഇടിക്കുന്നതെങ്കിൽ വിവരം അറിയും. പക്ഷേ ആ പോക്കറ്റ് അടിക്കാരനോട് നീ എന്തിനാണ് ഇങ്ങനെ കുഞ്ഞെ പാളിപ്പോയത് എന്ന് ഒരു SIക്ക് ചോദിക്കാനാവുമെങ്കിൽ അയാൾ പേഴ്സോണയിൽ നിന്നും പേഴ്സണാലിറ്റിയിലേക്ക് വളരും. KC ആലപ്പുഴയിൽ നിന്നും കുറേ മാറി പ്രേമേന്ദ്രന്റെ മണ്ഡലത്തിലെത്തുമ്പോഴും അവിടെയും റോഡിന് കുണ്ടും കുഴിയും ഉണ്ടെങ്കിൽ അയ്യോ ഈ റോഡിന് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന ഒരു ആർദ്രതയുടെ പേരാണ് പേഴ്സണാലിറ്റി.
മുൻ കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ അധ്യക്ഷനാണ് ഗാനരചയിതാവായ രാജീവ് ആലുങ്കൽ. സത്യത്തിൽ എന്താണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് അധ്യക്ഷൻ തന്നെ പറഞ്ഞു തരും. KCയെ ആത്മബന്ധത്തിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ ഇത്. അപ്പോൾ സംശയമില്ല, അതുതന്നെയാണല്ലോ അതിൻ്റെ ഇത്. ബാക്കി വാഴ്ത്തുകൾ മുഖ്യാതിഥി വക. Rabindranath Tagore's words, where the mind is without fear and the head is held high, into that heaven of freedom let my country awake. That is the kind of leader that your member of parliament, Mr. KC Venugopal, symbolizes. And I say this in Hindi, I don't know how many of you understand Hindi, but I say कि जिंदगी में आप लोगों को बहुत सारे नेता मिल जाएंगे. Is it easy to understand simple Hindi? Is it all right? जिंदगी में आपको बहुत सारे नेता मिल जाएंगे जिनके दिमाग दूध की तरह साफ होते हैं लेकिन दिल बड़े काले होते हैं. और आज अगर इस देश को जनप्रतिनिधि की जरूरत है, नेता की जरूरत है, तो वेणुगोपाल जी जैसे नेता की जरूरत है जिनका दिमाग केवल दूध की तरह साफ नहीं लेकिन जिनका दिल भी दूध की तरह साफ होता है. ജ്യോതിർ ആദിത്യ സിന്ധ്യ പറഞ്ഞത് കേട്ടോ. ജീവിതത്തിൽ നമ്മൾ പല പല നേതാക്കളെ കാണും. തലച്ചോറ് വെളുത്തതാണെങ്കിലും ഹൃദയം കറുത്തുപോയവർ. എന്നാൽ KC വേണുഗോപാൽ അങ്ങനെയുള്ളൊരു നേതാവല്ല. KC വേണുഗോപാലിൻ്റെ തലച്ചോറും ഹൃദയവും പാലുപോലെ വെളുത്തതാണ്. He sits on my left, but he always keeps me on his right side. I've always known that he's a source of inspiration for all of you here. But let me tell you this, with no flattery at heart, that he is a source of inspiration for all 44 of us Congress MPs in the Hall of Parliament, which is the temple of Indian democracy. കേട്ടില്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിലെ മുഴുവൻ കോൺഗ്രസ് എംപിമാർക്കും ഒരേയൊരു പ്രചോദനം KC വേണുഗോപാൽ മാത്രമാണത്രേ. അത് അകത്തു നിന്നുള്ള കാഴ്ച. പുറത്തു നിന്ന് കാണുമ്പോൾ എങ്ങനെയെന്ന് വേറൊരു സിംഗ് പറഞ്ഞു തരും. വേണുഗോപാൽ സാറിന്റെ കാര്യം നമുക്കറിയാം. ഏത് സമയത്തും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ റണ്ണിംഗ് കോമന്ററി നോക്കുമ്പോൾ ആ പാർലമെന്റിന് അദ്ദേഹം മാത്രമേ ഒരു MP ഉള്ളൂ, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട്. വളരെ പ്രശംസനീയമായ രീതിയിലാണ് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഇതെല്ലാം അതിഥികൾ, അവർക്ക് ഒരുപാട് പറയേണ്ടി വരും. ആലപ്പുഴക്കാരുടെ വാഴ്ത്തും പുകഴ്ത്തും ഒറ്റ വാക്കിൽ ഒതുക്കാം. വേണു പറഞ്ഞതുപോലെ വേണു കണ്ണൂർ ജയിച്ചെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നത്. വേണു ആലപ്പുഴക്കാരൻ നമ്മുടെ ആളായിട്ട് മാറിക്കഴിഞ്ഞു. ഇക്കണ്ട പ്രതിഭകളെയെല്ലാം ആലപ്പുഴയിൽ എത്തിച്ച് ആദരിച്ച KC വേണുഗോപാലിന് നഷ്ടം വരരുതേ എന്ന് പൊളിമിക്സ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു സിനിമാ അവലോകനമാണ്. ഞാൻ കബാലി സിനിമ ഭയങ്കരമായ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന മട്ടിൽ ദിവസങ്ങൾ ആഴ്ചകളോളം വലിയ പ്രചരണം കൊടുത്ത കബാലി എന്ന് പറയുന്ന സിനിമ ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടുപോയി. പക്ഷേ എനിക്ക് ആ സിനിമയുടെ അകത്തൊരു മൂല്യം ഞാൻ കണ്ടില്ല. അതൊരു ഗാങ്സ്റ്റർ വാറാണ്, ഒരു യുദ്ധമാണ്. ആളുകളെ കൊല്ലുക, വെടിവെച്ച് മരിച്ചാൽ വീണ്ടും എഴുന്നേറ്റ് വരിക, അസംഭാവ്യമായ, ഒരിക്കലും സമൂഹത്തിൽ നടക്കാത്ത, ഒരിക്കലും നമ്മളത് എന്താ പറയാ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കഥയുടെ ഒരു ആവിഷ്കാരമാണ് കബാലി എന്ന് പറയുന്ന സിനിമ. വെടി കൊണ്ട് മരിച്ചു വീണവൻ എഴുന്നേറ്റ് വരില്ല എന്ന് ആധികാരികമായി പറയാൻ പറ്റുന്ന മറ്റേത് സിനിമാ നിരൂപകനുണ്ട് കേരളത്തിൽ? EP ജയരാജൻ എഴുന്നേറ്റ് വന്നതും ഇപ്പോഴും തലക്ക് പിന്നിൽ വെടിയുണ്ടയുമായി നടക്കുന്നതും വെടി കൊണ്ടപ്പോൾ മരിക്കാത്തത് കൊണ്ടാണല്ലോ. മരിച്ചു വീണവൻ എഴുന്നേറ്റ് വരുമെങ്കിൽ നാൽപ്പാടി വാസു എഴുന്നേറ്റ് വരണ്ടേ? നേതാക്കൾ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ, കണ്ടത് ഇപ്പോഴാണ്. ഈ ധർണാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ MLA മാരുടെ നേതൃത്വ
തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചുരുങ്ങിയ സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ UDF-ന്റെ ചെയർമാൻ കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അധികാരവും KM മാണിയും വിട്ടുപോയെങ്കിലും അനുയായികളും അവരുടെ സ്നേഹവും UDF നേതാക്കളെ വിട്ടുപോയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. തൽക്കാലം വിട പറയുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.